ചെയ്തിട്ടുള്ള ഓൾമോസ്റ്റ് 90% കാര്യങ്ങളും അവരുടെ നീഡ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ നമ്മളത് എസ്തെറ്റിക്സ് എന്ന് അതിന് പുറമെ നീഡ് എന്തൊക്കെയാണോ അവരുടെ നീഡ്സ് മൊത്തത്തിൽ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നമ്മളിവിടെ. അതായത് പുറമേ നിന്ന് കയറി വരുന്നവർക്ക് കാണാനായിട്ടുള്ളതല്ല, അല്ല ഇവിടെ താമസിക്കുന്നവരുടെ സൗകര്യത്തിന് ഇവിടെ ഒന്നും ഒബ്സ്ട്രക്ട് ചെയ്ത് ഒരു സ്പേസ് തമ്മിൽ മറ്റൊരു സ്പേസും അടുത്ത സ്പേസും തമ്മിൽ ഒരു ഒബ്സ്ട്രക്ഷൻ വരാതെ ഫ്രീ ആയിരിക്കണം. ആ ഒരു കൺസെപ്റ്റാണ് ഇവിടെ കീപ്പ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കിവിടെ ഒരു ക്ലിപ്പ് ഡൈനോ ഒന്നും പ്ലേസ് ചെയ്യാത്തത്. ഇപ്പം ഡൈനിങ്ങും കിച്ചണും തമ്മിൽ മറ്റൊരു വേർതിരിവില്ല. ഇത്രയേ ഉള്ളൂ ചെയ്തിട്ടുള്ളൂ. വളരെ സിമ്പിൾ, കണ്ടു തീർക്കാൻ വളരെ, ജീവിക്കാൻ വളരെ ലളിതമായ സാഹചര്യമുള്ള പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവരും സ്വാഗതം. സച്ചിൻ, പിഞ്ചു. നമ്മളവിടെ നമ്മൾ പന്തളം കുടശനാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. കുടശനാട് ഒരു നല്ലൊരു വീടാണ് അല്ലേ? അതെ, ഒരു വഴിയരികെ തന്നെ എല്ലാവരും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഡിസൈനുള്ള ഒരു വീട് അതെ അല്ലേ? അതായത് എല്ലാ തരം ആളുകൾക്കും ഇഷ്ടപ്പെടുന്ന ചില ഡിസൈനുള്ള വീടുകളില്ലേ, അതെ അതെ. അതുപോലൊരു വീടാണ് നമ്മളിന്ന് കാണിക്കാൻ പോകുന്നത്. 2500 സ്ക്വയർ ഫീറ്റ് ഉള്ള ഈ വീട് അങ്ങനെ ഒരു വീടാണ്. നല്ലൊരു വീടാണ് നമ്മളിന്ന് കാണിക്കാൻ പോകുന്നത്. ഓക്കെ, കോസ്മിക് ഡെവലപ്പേഴ്സ് ആൻഡ് പവർ സൊല്യൂഷൻസ്. ഹരി, നമസ്കാരം. നമസ്കാരം. നമ്മളാണ് ഇതിന്റെ ആളുകൾ അല്ലേ? അതെ, നമ്മൾ പണ്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ പുത്തൻകുരിശ് ചൂണ്ടിയിൽ ഒരു പ്രൊജക്ട് ചെയ്തിട്ടുണ്ട്. നല്ല രസമുള്ള വൈറലായിട്ട് പ്രൊജക്ട് ആയിരുന്നു. അപ്പം അവരുടെ രണ്ടാമത്തെ പ്രൊജക്ട് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഈ സ്ഥലം എന്ന് പറഞ്ഞത് ഇത് ആലപ്പുഴ ജില്ലയുടെ ബോർഡറാണ്. കുടശനാട് എന്നാണ് സ്ഥലം പേര്. കുടശനാട് ഒരുപാട് കേട്ടിട്ടുള്ള സ്ഥലമാണ്. അവിടെ തന്നെ അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള സ്ഥലമാണ്. ടൂറിസ്റ്റ് സ്പോട്ടൊക്കെ ഉണ്ട്. അതെ അല്ലേ? ഒരു വഴിയരിയിലുള്ള ഒരു സ്ഥലമായിട്ടാണ് ഈ വീട് വന്നിരിക്കുന്നത്. 13 സെന്റിലാണ് വീട് വന്നത്. 13 സെന്റ് ടോട്ടൽ 30 സെന്റ് പ്രോപ്പർട്ടിയാണ്. അത് 13 സെന്റ് നമ്മൾ ക്ലിയർ ചെയ്തിട്ടാണ് വീട് വെച്ചിരിക്കുന്നത്. ബാക്കി പുറകിലോട്ട് സ്ഥലം ഇട്ടിട്ടുണ്ട്. 2500 സ്ക്വയർ ഫീറ്റ് ആണ്. അതെ, 2500 4 BHK ആണ്. ഓക്കെ, അപ്പോൾ കയറി വരുമ്പോൾ തന്നെ ഒരു ലാൻഡ്സ്കേപ്പ് ഉണ്ട്, ഒരു വിശാലമായ ഒരു കാർ പോർച്ച് ഉണ്ട്. ആ കാർ പോർച്ച് പണിതന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ ആക്ച്വലി നമ്മൾ ആ എറണാകുളം പ്രൊജക്റ്റിൽ ചെയ്തിട്ടുള്ള അതേ രീതി തന്നെയാണ് ഇവിടുത്തെ പോർച്ച് സെറ്റ് ചെയ്തിട്ടുള്ളത്. നമ്മൾ അന്ന് കണ്ടിരുന്ന പ്രൊജക്റ്റിലും ഇതേ ഒരു കൺസെപ്റ്റ് തന്നെയാണ് അവിടെയും പോർച്ച് ചെയ്തിരുന്നത്. ഇത് സെയിം ഡിസൈനിൽ തന്നെ, സെയിം എലമെന്റ്സ് തന്നെയാണ് അവിടെയും യൂസ്. വീടിന്റെ കാഴ്ച മറയാതെ മാക്സിമം ഓപ്പൺ ആയിട്ട്, അതായത് ഒബ്സ്റ്റക്കിൾസ് ഒന്നും ഇല്ലാതെ വണ്ടി ആയാലും ആൾക്കാർക്കായാലും സ്മൂത്ത് ആയിട്ട് കയറി പോകാനായിട്ട് ഉള്ള ഒരു രീതിയിൽ പോർച്ച് ചെയ്തിരുന്നത് നന്നായിട്ടുണ്ട്. ഓക്കെ, പിന്നെ ചെറിയ ഗ്രീൻ സ്പേസ് ഒക്കെ അത് ചെറിയൊരു നമുക്ക് ഒരു വീടാകുമ്പോൾ അതിനകത്ത് കുറച്ചൊരു ഗ്രീനറി എലമെന്റ് കൊടുത്തില്ലെങ്കിൽ ഒരു ഭംഗി വരില്ല. അതുകൊണ്ട് ചെയ്തിരിക്കുന്ന ഫ്രണ്ടിൽ ഇത്രയും ഒരു കണ്ടംപററി തീമാണ് ഇവിടെ മൊത്തത്തിൽ കീപ്പ് ചെയ്തിരിക്കുന്നത്. ട്രഡീഷണൽ എലമെന്റ് ഇപ്പോൾ ക്ലയന്റ് ആണെങ്കിലും നമ്മൾ ഇനിഷ്യൽ ഡിസ്കഷൻ മുതൽ ഒരു കണ്ടംപററി തീമിനോടാണ് താല്പര്യപ്പെട്ടിരുന്നത്. അവർക്ക് ട്രഡീഷണൽ ഒട്ടും വേണ്ട, എലമെന്റ്സ് കണ്ടംപററി ആയിട്ട് തന്നെ പോയാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു തീം പിടിച്ചത്. ഇതാണ് സിറ്റ് ഔട്ട് സ്പേസ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ എന്തൊക്കെയാണ് ചെയ്തിരിക്കുന്നത്? ഇവിടെ നമ്മളൊരു ഷൂ റാക്ക് കൊടുത്തിട്ടുണ്ട്. അതൊരു സ്റ്റോറേജ്, ഇത് മറ്റേ നമ്മുടെ പേപ്പേഴ്സ് കാര്യങ്ങളൊക്കെ വെക്കാനുള്ള ഒരു സ്റ്റോറേജ് സ്പേസും കൂടാതെ ഈ കാണിച്ചിരിക്കുന്നത് ഷൂ റാക്ക് കൂടാണ്. ഒരു മൾട്ടിപർപ്പസ് പിന്നെ ഒരു സീറ്റിംഗ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ തന്നെ കസ്റ്റമായിട്ട് ചെയ്തെടുത്തിട്ടുള്ള ചെയർസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഒരു സീറ്റിംഗ് കാര്യം മാത്രം, അങ്ങനെ ചെറിയൊരു സിറ്റ് ഔട്ട് സ്പേസ് മതി എന്നുള്ളതായിരുന്നു ഇനിഷ്യലി തന്നെ നമ്മുടെ ക്ലയന്റ് പ്രൊവൈഡ് ചെയ്തിരുന്ന കാര്യം. കയറി വരുന്നത് തന്നെ സ്വാഭാവികമായിട്ട് ഒരു ലിവിംഗ് സ്പേസിലേക്ക് ആയിരിക്കുമല്ലോ. അതെ, ലിവിംഗ് സ്പേസിൽ എന്തൊക്കെയാണ് ചെയ്തിട്ടുള്ളത്? ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ഫർണിച്ചർ മൊത്തം നമ്മൾ തന്നെ കസ്റ്റം ചെയ്തെടുത്തതാണ്. ഇതിന്റെ ഡിസൈൻസ് ആണെങ്കിലും ഇതിന്റെ ഫാബ്രിക്സ് ആണെങ്കിലും എല്ലാം നമ്മൾ തന്നെ കസ്റ്റമായിട്ട് സെലക്ട് ചെയ്ത് നമ്മൾ തന്നെ മാനുഫാക്ചർ ചെയ്തെടുത്തിട്ടുള്ള പ്രൊഡക്ട്സ് ആണ് ഈ കിടക്കുന്നതല്ല. ക്ലയന്റിന് ആ ഒരു ഫീല് വേണം, ഡിമാൻഡ് ഉണ്ടായിരുന്നു. ഒരു ടൈപ്പ് കുതിരയില്ലേ, വലിയ കാലുകളൊക്കെ. അതെ അതെ, ആ ഒരു പുള്ളിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. പുള്ളിക്ക് ഇച്ചിരി ഹൈറ്റ് ഉണ്ട്, അപ്പം കുറച്ചുകൂടെ ഹൈറ്റ് ആയിട്ട് ഫർണിച്ചേഴ്സ് ചെയ്യണമെന്ന് പറഞ്ഞതിന്റെ പേര് നമ്മൾ കസ്റ്റമായിട്ട് തന്നെ ഇൻഹൗസ് ചെയ്തെടുത്തതാണ് ഈ ഫർണിച്ചേഴ്സ്. ചെയ്തിട്ടുള്ള ഓൾമോസ്റ്റ് 90% കാര്യങ്ങളും അവരുടെ നീഡ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ നമ്മളത് എസ്തെറ്റിക്സ് എന്ന് അതിന് പുറമെ നീഡ് എന്തൊക്കെയാണോ അവരുടെ നീഡ്സ് മൊത്തത്തിൽ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നമ്മളിവിടെ. അതായത് പുറമേ നിന്ന് കയറി വരുന്നവർക്ക് കാണാനായിട്ടുള്ളതല്ല, അല്ല ഇവിടെ താമസിക്കുന്നവരുടെ സൗകര്യത്തിനുള്ള TV യൂണിറ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇതൊരു നമ്മളിത് ടോട്ടലി ഇവിടെ ഇന്റീരിയറിന് മൊത്തത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന മറൈൻ 710 BWP മറൈൻ ഗ്രേഡ് ആണ് പ്ലൈവുഡ്സ് യൂസ് ചെയ്തിരുന്നത്. അതിൽ തന്നെയാണ് ഈ പാനൽ ചെയ്തെടുത്തിട്ടുള്ളത്. ഓക്കെ, ഇതിന് പിന്നെ ഒരു ബാക്ക് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്, ഹൈലൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. അത് WPC ലൂവേഴ്സ് ആണ് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ആക്ച്വലി ഈ വീടിന് ഫോൾ സീലിംഗ് ചെയ്തിട്ടില്ല. ഇത് നമ്മൾ മറ്റേ കോൺക്രീറ്റിന്റെ സമയത്ത് തന്നെ കൺസീൽഡ് ആയിട്ട് ജംഗ്ഷൻസും കാര്യങ്ങളും എല്ലാം കൊടുത്തതുകൊണ്ട് അങ്ങനെ ചെയ്തെടുത്തിരിക്കുന്നത്. നമ്മൾ ഈ വീടിന് ഫോൾ സീലിംഗ് ചെയ്തിട്ടില്ല, ടോട്ടലി ചെയ്തിട്ടില്ല. അത് എക്സ്പെൻസ് കുറയ്ക്കുന്ന പരിപാടിയായിരുന്നു. അല്ല, ക്ലയന്റിന് ഫോൾ സീലിംഗിനോട് താല്പര്യമില്ല. അപ്പോൾ എന്നാൽ നമുക്ക് ആ ഒരു ഫീല് കിട്ടുകയും വേണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് കോൺക്രീറ്റിൽ തന്നെ കട്ട് ചെയ്തെടുത്തിട്ടാണ് സ്ട്രിപ്പ് ലൈറ്റ്സ് എല്ലാം പ്രൊവൈഡ് ചെയ്തത്. പിന്നെ സീലിംഗ് ലൈറ്റ്സ് ആണെങ്കിലും പിന്നെ അതൊന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു വുഡൻ എലമെന്റ് ഇത് പെയിന്റ് ചെയ്തെടുത്തിരിക്കുകയാണ്. അത് ശരിക്കും വരച്ച് വുഡിന്റെ രീതിയിൽ പെയിന്റ് ചെയ്തെടുത്തിരിക്കുകയാണ്. നല്ല ഐഡിയ, കൊള്ളാം. അതങ്ങനെ കടന്നുള്ളൂ, വേറെ കംപ്ലൈന്റുകളൊന്നും വരാനില്ല. പിന്നെ ഒരു പ്രയർ ഏരിയ, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രയർ യൂണിറ്റ്. അത് മിനിമൽ ഡിസൈൻ മതി എന്നായിരുന്നു ഫസ്റ്റ് ഓഫ് ഓൾ ഞങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് മുതൽ പറഞ്ഞിരുന്ന. മിനിമൽ ഒരു
കാണുമ്പോൾ ഒത്തിരി അങ്ങ് ഓവറായിട്ടൊന്നും ഫീൽ ചെയ്യണ്ട, വളരെ മിനിമൽ മതി എന്നായിരുന്നു. ആ ഒരു തീം വെച്ചത് ചെയ്തിരിക്കുന്നത്. എനിക്ക് വളരെ ഇഷ്ടമാണ്. ഇത്രയും ചില വാളുകളൊക്കെ കണ്ടില്ലേ, വളരെ അതവരുടെ ഭക്തിയുടേതാണ്. പക്ഷെ ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിങ്ങനെ വന്നിരിക്കുന്നു. അതിനോട് ചേർന്നിട്ട് ഒരു ചെറിയ സ്റ്റോറേജ് കാര്യങ്ങളൊക്കെ, ഇതുപോലുള്ള ആർട്സ് കാര്യങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു സ്പേസ് ചെയ്തിട്ടുണ്ട്. അതൊരു പാർട്ടീഷന്റെ ഭാഗമായിട്ടാണ്. ഇത് ഇത്രയും വലിയൊരു ഓപ്പണിംഗ് ആയിരുന്നു, അപ്പോൾ അതിനെ ഷോർട്ട് ആക്കാൻ വേണ്ടിയിട്ടും കൊടുത്തേക്കുന്നതാണ്. ഇനി നമ്മുടെ ഡൈനിങ് സ്പേസ്. യെസ്, വിശാലമായ ഒരു ഡൈനിങ് സ്പേസ് ആണ്. അവിടെ തന്നെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് വന്നിരിക്കുന്നത് ഈ ഡൈനിങ് ടേബിളാണ്. അത് തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു. വളരെ എന്താണ് കാരണം എന്ന് വെച്ചാൽ വളരെ സിമ്പിളാണ്, ഡിസൈൻ വൈസ് സിമ്പിളാണ്. ഇത് ചെറുതായിട്ട് ചെയ്താൽ മതി എന്നുള്ളതാണ്. ഒരു 6 സീറ്റർ എന്ന് പറഞ്ഞാൽ വലുതായി. ഇപ്പോൾ 6 സീറ്റർ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം, വലുതാക്കി ചെയ്യാം, പല ചെറുതായിട്ട് ചെയ്യാം, ഇങ്ങനെ ചെയ്യാം. അപ്പം ഈ ഒരു സ്പേസിന് ചേരുന്ന രീതിയിൽ ചെയ്താൽ മതി എന്നുള്ളത് ക്ലയൻറ്റ്, ഞങ്ങൾ കൂടുതലും ക്ലയൻറ്റ് ഓറിയൻറ്റഡ് ആണ്. അപ്പോൾ ക്ലയൻറ്റിൻ്റെ ഇഷ്ടങ്ങൾ എന്താണോ അതാണ് നമ്മൾ ചെയ്തെടുക്കാൻ നോക്കുന്നത്. പർപ്പസ് മീറ്റ് ചെയ്യുന്നാൽ മതി എന്നുള്ളതായിരുന്നു. എനിക്ക് ആ ടേബിളിൻ്റെ ലെഗുകൾ ഇഷ്ടപ്പെട്ടു, ചെയറും ഇഷ്ടപ്പെട്ടു. കോമ്പിനേഷൻ വളരെ നൈസായിട്ട് വന്നിട്ടുണ്ട്. കാലുകൾ നല്ല ബലിഷ്ടമായ കാലുകളെല്ലാം ഇവിടെ വേറെ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. ഇവിടെ ആകെ കൊടുത്തിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു വിൻഡോ. ഇത് നമുക്ക് ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നേരെ നമ്മുടെ സിറ്റ് ഔട്ടിൻ്റെ ഭാഗമാണ്, അത് ഫ്രണ്ടാണ് കാണുന്നത്. അപ്പോൾ ഡൈനിങ് സ്പേസ് ഇപ്പോൾ വൈകുന്നേരം ഈവനിങ് ഒക്കെ ഇവിടെ ഇരിക്കുന്ന സമയത്ത് നമുക്ക് നേരെ ഫ്രണ്ട് ഭാഗം കാണാൻ പറ്റണം. വീടിൻ്റെ ഒരു സെൻറ്റർ ഇതാണ് ടോട്ടലി. ഇപ്പം കിച്ചണിൽ നിന്നാണെന്നുണ്ടെങ്കിലും ബെഡ്റൂമിൽ നിന്നാണെങ്കിലും എല്ലാം ആക്സസ് ഉള്ള ഒരു സ്പേസ് ഡൈനിങ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ഫ്രണ്ട് നല്ല രീതിയിൽ വിസിബിൾ ആവാൻ വേണ്ടിയിട്ട് വിൻഡോ കൊടുത്തിട്ടുണ്ട്. ഇതിനെ മറ്റൊരു രീതിയിൽ ഒബ്സ്ട്രക്ട് ചെയ്യാൻ അവർക്ക് താല്പര്യമില്ല. സൈഡ് ടേബിൾ കൊടുക്കാം, മറ്റെന്തെങ്കിലും. അതെ, അല്ലെങ്കിൽ ഇവിടെ സീറ്റിംഗ് വേണമെങ്കിൽ ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷെ നമ്മളത് ഒഴിവാക്കിയത് വേറെ ഒന്നും കൊണ്ട് അത് തടസ്സപ്പെടാതിരിക്കാൻ, ആ വ്യൂ തടസ്സപ്പെടാതിരിക്കാൻ. ആ വീട്ടുകാരൻ്റെ മൈൻഡ് ഏകദേശം എനിക്ക് മനസ്സിലായി. അത് നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കുമ്പോൾ അറിയാം കുറേ കൂടെ. പിന്നെ ഇവിടെ വന്നിട്ടുള്ള ഏക ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കുറച്ച് മാറിയിട്ടുള്ള നമ്മുടെ ഹാൻഡ് വാഷ് ഏരിയ ആണ്. അതും ചെറിയൊരു പാർട്ടീഷൻ കൊടുത്തിട്ട് പ്രൈവസി. അവിടുത്തെ നമ്മൾ ആദ്യം കണ്ട പ്രയർ യൂണിറ്റിനോട് ചേർന്നിട്ടുള്ള അതേ ഡിസൈൻ തന്നെ ഇവിടെയും കീപ്പ് ചെയ്തിരിക്കുന്നത്. യെസ്. ഇത്രയേ ഉള്ളൂ ചെയ്തിട്ടുള്ളൂ. വളരെ സിമ്പിൾ, കണ്ടു തീർക്കാൻ വളരെ, ജീവിക്കാൻ വളരെ ലളിതമായ സാഹചര്യമുള്ള പുള്ളി ഒരു പ്ലെയിൻ മനുഷ്യനാണ്. ആ ഒരു രീതി തന്നെ വീടിന് നിൽക്കണം. നൈസ്. അതാണ് പുള്ളി എത്രയും പെട്ടെന്ന് പരിചയപ്പെടാം. ഇതാണ് നമ്മുടെ സ്റ്റെയർ വരുന്നത്. സൈഡിലൂടെ വന്നിരിക്കുന്നത്. അതിന്റെ അടിയിലാണെങ്കിൽ കുറച്ച് സ്റ്റോറേജ് സ്പേസ്, നമുക്ക് ഇൻവെർട്ടർ കാര്യങ്ങളെല്ലാം ഇതിന്റെ അടിയിൽ ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചെയ്തിരിക്കുന്നത്. താഴെ 2 ബെഡ്റൂമുകളാണ്. ഒരെണ്ണം ലെഫ്റ്റ് സൈഡിലും ഒരെണ്ണം അവിടെ. ഇതാണ് നമ്മുടെ മാസ്റ്റർ ബെഡ്റൂം വരുന്നത്. മാസ്റ്റർ ബെഡ്റൂം ഓപ്പൺ ആയിട്ട് കിടക്കുന്ന ഒരു ആർക്ക് ഡ്രൈവ് കൊടുത്തിട്ടുണ്ട്, അതിനൊരു ലൈറ്റിംഗ് കൊടുത്തിട്ടുണ്ട്. ഇത് മാത്രമേ ഇവിടെ ചെയ്തിട്ടുള്ളൂ, വേറെ ഒന്നും. ഈ കിച്ചണിന്റെ എൻട്രൻസ് ഭാഗമായിട്ട് നമുക്ക് വേണമെങ്കിൽ ക്യൂക്ക് ഡൈൻ പ്ലേസ് ചെയ്യായിരുന്നു, അതൊന്നും ചെയ്തിട്ടില്ല. അതിനോടൊന്നും താല്പര്യമില്ല. നേരെ നമുക്ക് കിച്ചണിലേക്ക് വരാം. ഇവിടെ ഒന്നും ഒബ്സ്ട്രക്ട് ചെയ്തു, ഒരു സ്പേസ് തമ്മിൽ മറ്റൊരു സ്പേസും അടുത്ത സ്പേസും തമ്മിൽ ഒരു ഒബ്സ്ട്രക്ഷൻ വരാതെ ഫ്രീ ആയിരിക്കണം. ആ ഒരു കൺസെപ്റ്റാണ് ഇവിടെ കീപ്പ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കിവിടെ ഒരു ക്യൂക്ക് ഡൈനോ ഒന്നും പ്ലേസ് ചെയ്യാത്തത്. ഇപ്പം ഡൈനിങ്ങും കിച്ചണും തമ്മിൽ മറ്റൊരു വേർതിരിവില്ല, ഒന്നിച്ച് കിടക്കുക. ഒരു കളർ തീം ആണെങ്കിലും ഒത്തിരി അങ്ങ് ബ്രൈറ്റ് ഒന്നും ആക്കാതെ ന്യൂട്രൽ പേസ് നിർത്തി ചെയ്തിരുന്നത്. യെസ്, കൊള്ളാം. വാർഡ്രോബ് സ്പേസുകളൊക്കെ, യൂണിറ്റുകളൊക്കെ ആണെങ്കിലും എല്ലാം അത്യാവശ്യം സ്റ്റോറേജ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. പിന്നെ ലൈറ്റിംഗ് എല്ലാം പ്രോപ്പറായിട്ട് ലൈറ്റിംഗ്സ് എല്ലാം കൊടുത്തിട്ടുണ്ട്. മതി. പിന്നെ ഒരു വർക്ക് ഏരിയ ആയിട്ട് അതെ അതിനോട് ചേർത്തിട്ടൊരു വർക്ക് ഏരിയ ഉണ്ട്. പിന്നെ ഇപ്പം നമ്മുടെ നാട്ടിലിപ്പം എന്താ പറയുക, കാലഹരണപ്പെട്ടു പോയൊരു സാധനമാണ് സ്റ്റോർ റൂം. ഈ വീട്ടിൽ അതും ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്കൊരു സ്റ്റോർ റൂം ചെയ്തിട്ടുണ്ട്. സ്റ്റോർ റൂം ഇത് അത്യാവശ്യം സ്പേഷ്യസ് ആണ്. അതിനകത്ത് സാധനങ്ങളും കാര്യങ്ങളെല്ലാം നമുക്ക് വെക്കാനുള്ള സൗകര്യം കാര്യങ്ങളും എല്ലാം ചെയ്തിട്ടുണ്ട്. നമ്മുടെ വീടുകളിലൊക്കെ വാഴക്കൊല, തേങ്ങ, അരി, ചേന, ചേമ്പ് ഇതൊക്കെ വെക്കുന്ന സ്ഥലം. മാസ്റ്റർ ബെഡ്റൂമിലേക്ക് സ്വാഗതം. എന്താണ് മാസ്റ്റർ ബെഡ്റൂമിന്റെ പ്രത്യേകതകൾ? ഇവിടെയും സ്പേഷ്യസ് ആണ്. ഈ റൂമും നമുക്ക് സാധാരണ ചെയ്യുന്നതിനെക്കാട്ടിലും കുറച്ചുകൂടെ വീതിയും നീളവും കൂട്ടിയാണ് ഈ റൂം ചെയ്തിരുന്നത്. കൂടാതെ നമ്മളൊരു വോള് ഫുള്ള് വാർഡ്രോബ് കൊടുത്തിട്ടുണ്ട്. ഇത് മാസ്റ്റർ ബെഡ്റൂം ആണെങ്കിലും പുള്ളിയുടെ മകനാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അപ്പം അദ്ദേഹത്തിന്റെ ഒരു സ്റ്റഡി ടേബിൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അവിടെ കാണാം പുള്ളിയുടെ ടോയ്സ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. റിച്ച് ആണല്ലോ. കുറെ കാർ കളക്ഷൻസ് ഒക്കെ ഉണ്ട്. ഇനിയുണ്ട്, കുറച്ചുകൂടെ ഉണ്ട്. ഇത്രയും കൊണ്ടുവന്നിട്ടുള്ളൂ. ഇതൊരു സ്റ്റഡി സ്പേസ് കൊടുത്തിട്ടുണ്ട്. കൂടാതെ അവിടെ ഒരു ബേ വിൻഡോ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇതായിരിക്കും കുറച്ച് ആഡംബരമായിട്ട് വന്നിട്ടുള്ളത്. ഇപ്പോഴത്തെ കാലഘട്ടത്തിലേക്ക് വന്നൊരു സാധനം ബേ വിൻഡോ ആണ്. അത് നമുക്ക് കിടക്കാൻ പറ്റും. ഒരു 7 ഫീറ്റോളം കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് അതിൽ കിടക്കാം. നൈസ്. പിന്നെ ബെഡ് അത്രേ ഉള്ളൂ. ഇതിനകത്ത് വേറെ പ്രത്യേകിച്ച് പിന്നെ ഈ ഒരു വോള് മാത്രം നമ്മളൊരു കളർ കൊടുത്തിട്ടുണ്ട്. ഹൈലൈറ്റർ ആയിട്ട് ഒരു കളർ കൊടുത്തിട്ടുണ്ട്. ഫർണിച്ചർ ടോട്ടലി നമ്മൾ കസ്റ്റമൈസ് ചെയ്തിട്ടുള്ളതാണ്. നമ്മൾ തന്നെ ഇൻഹൗസ് ചെയ്തെടുത്തതാണ്. രസമുള്ള ഒരു കട്ടിലാണല്ലോ. വലുതാണ്, സൈസ് വലുതാണ്. കിങ് സൈസിനും വലുതാണോ? അതെ. പിന്നെ ഈ കയറി വരുന്ന വാതിലിന് പുറകിലായിട്ടാണ് നമ്മുടെ ഡ്രസ്സിംഗ് സ്പേസ് വരുന്നത്. മിറർ യൂണിറ്റ് വന്നിട്ടുണ്ട്. അവിടെ അത്യാവശ്യം നമ്മുടെ സ്റ്റോറേജ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. പിന്നെ സൈഡിൽ ഓപ്പൺ ആയിട്ടുള്ള ചെറിയ റാക്സ് സാധനങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ടുള്ള സ്റ്റോറേജ്. നമ്മൾ ഹാളിൽ കണ്ടിട്ടുള്ള അതേ തന്നെ WPC ആണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത്. പിന്നെ ഒരു LED മിറർ ഒത്തിരി ഹൈറ്റ് കൂടിയത് ചെയ്തിട്ടുണ്ട്. പ്ലെയിൻ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. വലിയ ഒത്തിരി അങ്ങ് ഡിസൈൻസ് ഒന്നും കൊടുത്ത് ഇതാക്കാതെ
അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു വാഷ്റൂം ഇതാ ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. ഇത്രയാണ് ചെയ്തിട്ടുള്ളത്. അതും മിനിമൽ സൗകര്യങ്ങൾ തന്നെ വന്നിട്ടുള്ള ഒരു വാഷ്റൂമാണ്. സെക്കൻഡ് ബെഡ്റൂമിലേക്ക് ഓക്കെ, ഇത് അതേ ഫീച്ചേഴ്സ് തന്നെ വരുന്നത്. സെയിം റൂമിന്റെ സൈസ് ആണെങ്കിലും സെയിം ആണ്. മാസ്റ്റർ ബെഡ്റൂമിന്റെ സൈസ് തന്നെയാണ് നമ്മൾ ബാക്കിയുള്ള റൂംസിലെല്ലാം പോയിരിക്കുന്നത്. സെയിം സ്പേസ്, ബെഡ് ആണെങ്കിലും എല്ലാ കാര്യങ്ങളും സെയിം തന്നെ. ഒരു വോള് ഫുള്ളായിട്ട് വാർഡ്രോബിന് എടുത്തിട്ടുണ്ട്. അതിന് അഡ്ജസ്റ്റൻ്റ് ആയിട്ട് ഒരു വർക്കിംഗ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. അത് സെയിം തീം തന്നെയാണ്. ബെഡ്റൂംസ് എല്ലാം ഒരേപോലെ തന്നെ. പിന്നെ ആകെ വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീട്ടിൽ ടോട്ടലി ഉപയോഗിച്ചിരിക്കുന്ന മാറ്റ് ഫിനിഷാണ് ടൈൽസ്. പിന്നെ ഒരു ബെഡ്റൂംസിന് മാത്രം കളർ കോമ്പിനേഷനിൽ വ്യത്യാസമുണ്ട്. ഓക്കെ, ബെഡ്റൂംസിന് 2 കളർ ടോണാണ് യൂസ് ചെയ്തിരിക്കുന്നത്. മുകളിലത്തെ ബെഡ്റൂം ഇതേ സൈസ് തന്നെ, ഇതേ സെയിം രീതി തന്നെയാണ് മുകളിലത്തെ ബെഡ്റൂംസ് ചെയ്തിരിക്കുന്നത് എല്ലാം വന്നിരിക്കുന്നത് അല്ലേ? ഈ റൂമിൽ പിന്നെ ബേവിൻ്റെ ഇല്ലെന്നൊരു കുറവ് മാത്രമേ, ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. അതൊരു കുറവായിട്ട് കാണണ്ട. അല്ല, അത് അപ്പുറത്തെ സൈഡിൽ നമുക്ക് കൊടുക്കാനുള്ള സാഹചര്യം ഉണ്ട്. ഇവിടെ നമുക്കത് ചെയ്യാൻ പാടാം. അപ്പോൾ ടോട്ടൽ എത്ര ബെഡ്റൂമാണ്? ഇവിടെ മൊത്തം 4 ബെഡ്റൂമാണ്. അതിൽ ഒരേപോലെ തന്നെ എല്ലാ ബെഡ്റൂംസും പോയിരിക്കുന്നത്. പിന്നെ ആകെയുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഒരു ബെഡ്റൂം ഇപ്പോൾ കറന്റ് ബെഡ്റൂമായിട്ടല്ല, അത് നമ്മളൊരു വർക്കിംഗ് സ്പേസ് ആയിട്ടായി കൺവേർട്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ പിയാനോ ഒക്കെ വെക്കാനൊക്കെ ഉള്ള ഒരു സ്പേസ് ആയിട്ടാണ് നമ്മൾ ഒരു ബെഡ്റൂം ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതൊന്ന് പോയി കാണാം അല്ലേ? അതുകൂടെ കാണാം. കമോൺ പരിപാടി. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലോട്ട് പോവുകയാണ്. പോകുന്ന വഴിക്ക് ഒരു ഗ്രേ കളർ വോളൊക്കെ ആയിട്ട് ഇത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ ഇവിടെ ഒരു സ്പെഷ്യൽ വിൻഡോ ഉണ്ടല്ലേ ബ്രോ? അതെ, രണ്ട് സൈഡിലുണ്ട്. ഇവിടെ മാക്സിമം ലൈറ്റ് കിട്ടാനായിട്ട് ഇപ്പം ഈവൻ നമ്മൾ മറ്റേ ആർട്ടിഫിഷ്യൽ ലൈറ്റ്സ് എല്ലാം ഓഫ് ചെയ്ത് കഴിഞ്ഞാലും ഈ മൊത്തം ഏരിയയും ലൈറ്റ് ഉണ്ടാവും. നാച്ചുറൽ ലൈറ്റ് തന്നെ ഉണ്ടാവും. അല്ല, ഇത് ആക്ച്വലി നമുക്ക് ഇതാണ് ഈസ്റ്റ് സൈഡ്. അപ്പൊ ഇങ്ങനെയാണ് സൂര്യന്റെ പാത്ത് കിട്ടുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഈ ഒരു സൈഡ് ഇത്രയും നമ്മൾ ഓപ്പണിംഗ് കൊടുത്തിരിക്കുന്നത്. അവിടെയും വലിയൊരു വിൻഡോ കൊടുത്തിരിക്കുന്നത്. മൊത്തത്തിൽ ലൈറ്റിന്റെ അതെ, ഈ ഒരു ഏരിയ നമുക്ക് മാക്സിമം ലൈറ്റ് എടുക്കാൻ പറ്റും. അപ്പൊ നമ്മൾ വന്നു കയറുന്ന ഒരു ലാൻഡിംഗ് സ്പേസ്. ഇത് നമ്മുടെ ശരിക്കും അപ്പർ ലിവിംഗ് സ്പേസ് ആണ്. അപ്പൊ ഇവിടെ ഫർണിച്ചർ ഒന്നും സെറ്റ് ചെയ്തിട്ടില്ല, കറന്റ്ലി ഇവിടെ യൂസ് ചെയ്യുന്നില്ല എന്നുള്ളൊരു രീതിയിലാണ്. പണിഞ്ഞപ്പോ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. ഇത് നമ്മളെ താഴെ കണ്ട പോലത്തെ തന്നെ ഒരു നല്ല രസമുണ്ട് കേട്ടോ. ഈ ടേബിൾ, സെന്റർ ടേബിൾ സെറ്റ് ചെയ്തിരിക്കുന്നു. നോർമൽ ചെയേഴ്സ്. ഇതെല്ലാം ഏത് തടിയിൽ ഉണ്ടാക്കിയതാണ്? ഇതെല്ലാം തേക്കിലാണ്. ഈവൻ ഡോർസ് ഇതെല്ലാം വുഡാണ്. എല്ലാം വുഡിൽ തന്നെ ചെയ്തിട്ടുള്ള. ഇതെല്ലാം നമ്മുടെ ഇൻഹൗസ് മാനുഫാക്ചറിങ് തന്നെയാണ്. ഹാൻഡിലൊക്കെ നല്ല ഭംഗിയുണ്ട്. ഇതാണ് ആ സ്പെഷ്യൽ ബെഡ്റൂം ഇപ്പൊ വർക്കിംഗ് സ്പേസ് ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിപ്പോ ആക്ച്വലി ബെഡ്റൂം ആയിട്ടല്ല, നമുക്കൊന്ന് വർക്ക് ചെയ്യാനുള്ള സ്പേസ്. IT ആണ്, ഗൃഹനാഥൻ IT ഫീൽഡിലാണ്. ഇപ്പൊ വർക്ക് ഫ്രം ഹോം ആണ്. സോ ഈ റൂമിനെ നമ്മൾ അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ പുള്ളിക്ക് വർക്ക് ചെയ്യാം. പിന്നെ ഇവിടെ ഒരു ബേ വിൻഡോ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് കിടക്കാം. പിന്നെ കൂടാണ്ട് ഒരു ഫുൾ ഹൈറ്റ് വിൻഡോ ഇവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇത് സ്പേഷ്യസ് ആയിട്ട് റൂം ഇത് നമ്മുടെ മറ്റേ ബെഡ്റൂം തന്നെയാണ്. അതേ സൈസിൽ തന്നെ ചെയ്തിട്ടുള്ളത്. 4 ബെഡ്റൂംസും ഒരേ സൈസാണ്. പക്ഷെ ഇവിടെ നമ്മളിപ്പോ തുല്യമാണ്. ഫൈനലി നമ്മൾ ബാൽക്കണിയിലെത്തി. ഇവിടെ എത്തിയപ്പോ നല്ല തണുത്ത കാറ്റ്. ഇപ്പൊ ഇതിന്റെ എലവേഷന്റെ ഒരു പ്രത്യേക പാർട്ടാണ്. അതെ, ഇവിടെ ആക്ച്വലി നമ്മൾ ആകെ 2 ടൈപ്പ് ക്ലാഡിങ് ഈ വീട്ടിൽ മൊത്തത്തിൽ ഉപയോഗിച്ചിട്ടുള്ളൂ. ഒന്ന് ഈ ഒരു ബ്രിക്കിന്റെ രീതി വരുന്ന ഒരു ക്ലാഡിങ്ങും, കൂടാണ്ട് നമുക്കത് ഫ്രണ്ടിൽ നിന്ന് കാണാം. ഈ സൈഡിലെ ഒരു ഈ സ്പേസിൽ ഇതിന്റെ ഇടഭാഗത്തായിട്ടൊരു ക്ലാഡിങ് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഒരു ബ്ലാക്ക് കളർ ക്ലാഡിങ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് നമ്മുടെ ഫ്രണ്ട് എലിവേഷന്റെ ഭാഗമാണ് ഈ ബാൽക്കണി. ഇത് ഇച്ചിരി പ്രൊജക്റ്റഡ് ആയിട്ട് നിൽക്കുന്ന ഒരു ടൈപ്പാണ്. വീട്ടുകാരെ നമുക്ക് കൈ കിട്ടിയിട്ടുണ്ട്. അജയ് ചേട്ടനും ലൈജു ചേച്ചിയും. എന്തായിരുന്നു നിങ്ങളുടെ ഡ്രീം? അതെങ്ങനെ ലാസ്റ്റ് ഫൈനൽ ഔട്ട്പുട്ട് വന്ന്? ഞങ്ങൾ ശരിക്കും ഇതൊരു പെട്ടെന്നുള്ള തീരുമാനമായിരുന്നു. അപ്പം അങ്ങനെ എൻ്റെ അമ്മാച്ചനുണ്ടായിരുന്നു. ത്രൂ കോസ്മിക് ഡെവലപ്പേഴ്സിനെ പരിചയപ്പെട്ടു, ഹരിയുടെ ഫാദറിനെ. പിന്നെ ഞങ്ങളിവിടെ പിന്നെ അവരുടെ യൂട്യൂബ് ഒക്കെ നോക്കി അവർ പിന്നെ ഒരു പ്ലാൻ ചെയ്തു തരാമെന്ന് പെട്ടെന്നായിരുന്നു. പിന്നെ എല്ലാം ഞങ്ങൾക്ക് ഒത്തിരി ഡൗട്ട്സ് ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ നമ്മളൊരു പുതിയ വീടെടുത്ത് നമ്മൾ നേരത്തെ പണിഞ്ഞൊന്നുമല്ല. അപ്പം ഒത്തിരി ഡൗട്ട്സ് എപ്പോഴും ഞങ്ങൾ വിളിക്കുകയും ഹരി വിളിക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഡൗട്ട്സ് എല്ലാം ക്ലിയർ ചെയ്ത് തരുമായിരുന്നു. ഒത്തിരി കൺഫ്യൂഷൻസ് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ലൈറ്റിങ്സ് ആണെങ്കിലും എല്ലാം കോസ്മിക് ഡെവലപ്പേഴ്സിൻ്റെ സിസ്റ്റർ കൺസേൺ കമ്പനി കോസ്മിക് ഇലക്ട്രിക്കൽസ് ഉണ്ട്, അവരാണ് എല്ലാം ചെയ്തത്. നമ്മൾ ചെയ്ത ഹരിയാണ് അത് കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നത്, അതിൻ്റെ ഡ്രോബാക്സും എല്ലാം പറഞ്ഞു തന്നത്. ഞങ്ങൾക്കും വലിയ താല്പര്യമില്ലായിരുന്നു ഫോൾ സീലിംഗ്. പല വീട്ടിൽ കണ്ട് ഇത് മെയിൻറ്റെയിൻ ചെയ്യാൻ സ്റ്റാർട്ടിങ്ങിൽ നല്ലതായിട്ട് കാണണം. പിന്നെ ഇതിനകത്ത് പൊടി കയറി മെയിൻറ്റെയിൻ ചെയ്യാൻ ബുദ്ധിമുട്ട്. അപ്പം ഞങ്ങൾക്ക് അങ്ങനെ ഫോൾ സീലിങ്ങിനോട് വലിയ താല്പര്യമില്ലായിരുന്നു. അപ്പം സിമ്പിളായിട്ട് എങ്ങനെ ഇത് ചെയ്യാന്ന് പറയുമ്പം നല്ല ഐഡിയാസ് ഒക്കെ ഹരി പറഞ്ഞു തന്നു. മോനും കൂടെ ഉണ്ട്, സാമുവൽ. 14 വയസ്സ്, 8th സ്റ്റാൻഡേർഡിലോട്ട്. ഇപ്പം അപ്പോൾ നമ്മൾ ആരംഭത്തിൽ പറഞ്ഞതുപോലെ എല്ലാവർക്കും എല്ലാത്തരം ആളുകൾക്കും ഇഷ്ടപ്പെടുന്ന വളരെ സിമ്പിൾ ഡിസൈനിലുള്ള ഒരു വീട് ഇതാണ്. അത്യാഡംബരങ്ങളല്ല, മീൻസ് ഒരുപാട് എലമെന്റ്സുകൾ കുത്തി നിറയ്ക്കാതെ
അല്ലേ? അതെ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ഒരു കാര്യത്തിൽ നിങ്ങൾ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. കോസ്മിക് ഡെവലപ്പേഴ്സ് ആൻഡ് പവർ സൊല്യൂഷൻ, അവരുടെ നമ്പർ നമ്മൾ താഴെ കൊടുക്കുന്നുണ്ട് കേട്ടോ, ആവശ്യമുള്ളവർക്ക് വിളിക്കാവുന്നതാണ്. നിങ്ങൾക്കും ഒരുപാട് കാലം ഈ വീട്ടിൽ തുടങ്ങിയില്ലേ ഉള്ളൂ, 2-3 ദിവസമല്ലേ ഉള്ളൂ? 11-നായിരുന്നു ഫംഗ്ഷൻ. 11-നായിരുന്നു അല്ലേ? കുറച്ചേ ഉള്ളൂ. അപ്പം ദീർഘകാലം വീട്ടിൽ സന്തോഷത്തോടെ ഇരിക്കാൻ കഴിയട്ടെ, താമസിക്കാൻ കഴിയട്ടെ. എല്ലാവർക്കും ആശംസകൾ. അപ്പോൾ ഒരു ബൈ പറഞ്ഞാൽ എല്ലാവരും ബൈ.